5 നേരം നിസ്കരിക്കുന്നവരും നോമ്പ് കൃത്യമായി എടുക്കുന്നവനുമാണ് അഫാൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് പറയാനുള്ളത്, ഇന്നലെ രാത്രി മുതൽ കേട്ട ഒരു ന്യൂസ്. നമ്മളാരും തന്നെ ഉറങ്ങിയിട്ടുണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ ആ ന്യൂസ് കേട്ടിട്ടായിരിക്കും ചില ആളുകൾ ഉറങ്ങിയതും ഉറക്കം എണീറ്റതും ഒക്കെ. എന്താവും വിഷയം എന്നൊക്കെ നിങ്ങളെല്ലാവരും ചിന്തിച്ചാണോ അല്ലേ? ഈ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസം അടുത്തെത്തുമ്പോഴേക്കും ഇങ്ങനെയൊരു അരിങ്കൊല, സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെ സ്വപ്നങ്ങൾ നെയ്തെടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഒരു ദയാദാക്ഷിണ്യമില്ലാതെ കൊന്ന അഫാനെ കുറിച്ചിട്ടാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. 88 വയസ്സായ ഉമ്മൂമാനെ കൊല്ലാൻ അവൻ ആസൂത്രണം ചെയ്തിരിക്കണം. കഴുത്തിലത്തെ മാല ചോദിച്ചു, കൊടുത്തില്ല. അപ്പോൾ വാശി കയറി. അത് കഴിഞ്ഞ് എല്ലാവരോടും ഇവൻ പൈസ ചോദിച്ച്, പൈസ കൊടുത്തില്ല. അപ്പോൾ എല്ലാവരുടെ വാശിയായി. ഇനി നിങ്ങളാരും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടെന്ന് അവൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവരെല്ലാവരെയും അവൻ 6 മണിക്കൂർ കൊണ്ട് ഓരോ സമയത്ത് 1 മണി, 12:30, 10:30 അങ്ങനെ ഓരോ ടൈം വെച്ച് 6 മണിക്കൂറിനുള്ളിലാണ് ഇവൻ എല്ലാവരെയും ഇല്ലാതാക്കിയിരിക്കുന്നത്. ആർത്തിയോടുകൂടി കൊലപാതകത്തിനെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഈ മക്കളെ നമ്മളിനി എന്തു ചെയ്യണം? ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഇതിനെയൊക്കെ വഴിവെച്ച് കൊടുക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. എന്താണെന്നറിയാം, ഒരുപാട് ഘടകങ്ങളുണ്ട്. അതൊക്കെ തന്നെയാണോ എന്നുള്ളതും എനിക്കറിയില്ല. 1 ലഹരി, 2 വയലൻസ് സിനിമകൾ, 3 സോഷ്യൽ മീഡിയ സ്വാധീനം. അല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നമ്മുടെ മക്കളെ നമ്മളെത്ര നോക്കിയിട്ടും കാര്യമില്ല. സുസുലഭമായി കിട്ടുന്ന ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന മക്കളെ ഏത് രീതിയിൽ നമ്മൾ അവരെ ചേർത്ത് പിടിക്കും, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ അവരെ പ്രൊട്ടക്ഷൻ ചെയ്യുമെന്ന് നമുക്കറിയണില്ല. മരിച്ചുപോയ ആ ജീവനുകൾക്ക് എന്ത് വിലയാണ് കൊടുക്കുക? ആ ഉപ്പ കരയണ കണ്ടാലുണ്ടല്ലോ സഹിക്കൂല. ഇനി അവൻ പറയട്ടെ എന്തിനാണ് ചെയ്തത്, ആർക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് ഇനി അവൻ പറയട്ടെ. ഒരു 23 വയസ്സ് മാത്രം പ്രായം. ഉപ്പാൻ്റെ കൂടെ ഗൾഫിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം അവൻ ഇങ്ങോട്ട് വന്നു. നാട്ടിലെത്തിയതിന് ശേഷം അവന് ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചു. എന്താണ് അവന് സംഭവിക്കണമെന്നൊന്നും ആർക്കും അറിയുന്നില്ല. ഒരുപാട് കടബാധ്യതകളുണ്ട് എന്നൊക്കെ ന്യൂസ് ചാനലിൽ പറയണത് കേട്ട്. പക്ഷേ അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് അവൻ ലഹരിക്കടിമയാണെന്ന്. എന്താണ് കാരണം എന്ന് വ്യക്തമല്ല. പക്ഷേ എനിക്കിതിൽ പറയാനുള്ളത്, സ്വന്തം അനിയനെ വരെ അവൻ ഇല്ലാതാക്കി. പക്ഷെ അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവനെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുത്തുന്ന പോലെയൊക്കെ അവന് ഫീൽ ചെയ്തിട്ടുണ്ടാവണം. അവന് ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരോടും വൈരാഗ്യം കൂടി. പക്ഷേ നാട്ടുകാരൊക്കെ പറയണത് അവൻ അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ, കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിരിക്കും, നന്നായി സംസാരിക്കും, അങ്ങനെയാണ്. ഒരിക്കലും അഫാൻ ഇങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നാണ് നാട്ടുകാരൊക്കെ പറയേണ്ടായിരുന്നത്. അത്ര സ്നേഹത്തോടെ പോയവനാണ്. പിന്നെ ഉമ്മ ക്യാൻസർ രോഗിയാണ്. ആ ഉമ്മാനെ വരെ ഇവൻ വെറുതെ വിട്ടില്ല എന്നാണ്. എന്നിട്ട് കൂളായിട്ട് അവൻ പോയത് കൂട്ടുകാരൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് പറയുക, ഞാനേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ഒപ്പൊക്കെ ഇട്ടിട്ട് വരാട്ടാ, ഞാനൊരു 6 പേരിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മക്കൾ എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ ആവാൻ സാധിക്കുന്നത്? ഈ ഒരു തലമുറയെ ശരിക്കും പേടിക്കണ്ടേ നമ്മൾ? നമ്മുടെയൊക്കെ തലമുറകളിൽ ഇങ്ങനെ കൊല്ലും കൊലവിളിയും ഒന്നും ഉണ്ടായിട്ടില്ല. ഇതെന്താണ് ഇപ്പോൾ ഇത് കഥ? പേടിക്കണം, മക്കളെയൊക്കെ നമ്മൾ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയായിരിക്കുകയാണ്.